നമ്മളിവിടെ ബുദ്രേം ഫോൾസിൻ്റെ അടുത്ത് വന്നേക്കുവാണ്. സൺഷൈൻ കോസ്റ്റിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി വാട്ടർഫോൾസിൻ്റെ അടുത്ത് വന്നേക്കുവാണ്. ഇന്ന് പക്ഷേ എൻ്റെ ടോപ്പിക് ട്രാവലിംഗ് ഒന്നുമല്ല. ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ട് നടക്കാൻ പറ്റുന്ന വ്ലോഗിങ് ഗിയേഴ്സിനെ കുറിച്ചാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ, പോയിൻ്റ് ആൻഡ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറാസ്, മൈക്ക്, ഡ്രോൺ, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാനുള്ള ഒരു വീഡിയോ ആണിത്. DJI Osmo Pocket 3. എൻ്റെ ഒപ്പീനിയനിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന iPhone 60 Pro Maxനേക്കാളും ഒരു ടൈനി ബിറ്റ് ബെറ്റർ ഈ ക്യാമറയ്ക്കുണ്ട്. അതിൻ്റെ 1 ഇഞ്ച് സെൻസർ ആയിരിക്കും അതിനെ ഇത്രയും കേപ്പബിലിറ്റീസ് കൊടുക്കുന്നത്. ഒരു ടൈനി ക്യാമറയാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് എടുത്ത് പോയിൻ്റ് ആൻഡ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി വ്ളോഗിങ് ക്യാമറയാണ്. ഗാജറ്റ് നമ്പർ 2 എൻ്റെ കൈ കാണുന്ന ഈ ചെറിയ ഗാജറ്റാണ്, അതായത് DJI Mic Mini. ഞാനിത് ഏകദേശം വാങ്ങിച്ചിട്ട് 2 വീക്സ് ആയതേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ബട്ട് യൂട്യൂബ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് തന്നെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ നമുക്കൊരു മൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഉപയോഗിക്കുന്ന ഈ DJI മൈക്ക് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റിസീവർ എക്സ്ട്രാ ഒന്നും ഇതിലേക്ക് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ യൂട്യൂബ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്കൊരു മൈക്ക് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. യൂട്യൂബ് ചാനൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു മൈക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് എൻ്റെ ഗാജറ്റ് നമ്പർ 2. Gadget number 3, DJI Neo. ഈ ചെറിയൊരു ഡ്രോൺ നിങ്ങളുടെ ബാക്ക് പാക്കിൽ മസ്റ്റായിട്ട് വേണം. കാരണം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സോളോ വ്ളോഗ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് പേഴ്സൻ്റെ ഹെൽപ്പില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോണാണ് DJI Neo. 4K 30 ഇത് റെക്കോർഡ് ചെയ്യുന്ന ഡ്രോണാണ്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി, നമുക്ക് മൊബൈലോ റിമോട്ടോ ഇല്ലാതെ തന്നെ നമ്മളെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ 6ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒന്ന് ഫോളോ മോഡുണ്ട്, ഡയറക്ഷൻ ട്രാക്ക് എന്ന് പറഞ്ഞൊരിതുണ്ട്. ഫോളോ മോഡ് നമ്മളിപ്പോൾ ഓണാക്കുവാണ്. അപ്പം ഇതൊന്ന് ജസ്റ്റ് പുറകോട്ട് പോയിട്ട് എന്നെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം ഞാനിതിപ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്താലും ഇതെന്നെ ഫോളോ ചെയ്യും. നിങ്ങൾക്കിപ്പോൾ കാണാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഫുട്ടേജ് DJI Neoയിൽ എടുത്തേക്കുന്നതാണ്. ഞാൻ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതെന്നെ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഹായ്. സോ ഇതൊരു വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. നമുക്ക് ഇനിയിപ്പോൾ ഇതിനെ ലാൻഡ് ചെയ്ത് നമ്മുടെ ഹാൻഡ്സിലേക്ക് വരുത്താൻ വേണ്ടി ജസ്റ്റ് നമ്മൾ അതിൻ്റെ താഴെ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ചാൽ മതി. DJI Mic Miniയിൽ നിന്ന് കേൾക്കുന്ന ഓഡിയോ ആണ്. DJI Mic Mini എൻ്റെ മൊബൈലുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തേക്കാണ്. DJI Mic Mini നമ്മുടെ ഫോണുമായിട്ട് നമുക്ക് വീഡിയോയിൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ആ റിസീവർ നമ്മൾ വെച്ചാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ DJI Neoയുടെ ആപ്പിൽ കൂടെ നമുക്ക് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് യൂസബിൾ ആയി വരുന്നത് നമ്മൾ ഇതുപോലത്തെ ഒരു സെക്കൻഡ് പേഴ്സൺ ഇല്ലാതെ നമുക്കൊരു വ്ളോഗ് ചെയ്യണമെന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ മെസ്സേജസ് ഇങ്ങനെ കൺവേ ചെയ്യാൻ പറ്റും, നമ്മുടെ സറൗണ്ടിങ്സ് കാണിക്കാൻ പറ്റും.
ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി. എൻ്റെ ഒപ്പീനിയനിൽ DJI Osmo Pocket 3 ആൻഡ് DJI Neo ആബ്സല്യൂട്ട്ലി വർത്ത് ഇറ്റ് ആണ്. ബട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഓസ്മോ പോക്കറ്റ് 3 ഒരു ആക്ഷൻ ക്യാമറയല്ല. അതുകൊണ്ട് ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനും നിങ്ങൾ ഓസ്മോ പോക്കറ്റ് 3 കൺസിഡർ ചെയ്യരുത്. ഒരു മിറർലെസ് ക്യാമറ പോലെ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു ഗ്യാജറ്റാണ്. അതുപോലെ തന്നെ DJI Neo ഒരു പ്രൊഫഷണൽ കാര്യത്തിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബേസിക് സോഷ്യൽ മീഡിയ കണ്ടൻറ്റിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ DJI Neo നൈറ്റ് ടൈം ഒട്ടും ഫ്ലൈ ചെയ്യത്തില്ല, വിൻഡി കണ്ടീഷൻസ് നടക്കത്തില്ല, അതുപോലെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ഇല്ല. ഇങ്ങനത്തെ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നിങ്ങളിതെല്ലാം കൺസിഡർ ചെയ്യുക നിങ്ങളുടെ ഗ്യാജറ്റ്സ് വാങ്ങിക്കാൻ നേരം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.